ഈ യാത്ര കുടജാദ്രിയിലേക്കാണ്, സർവജ്ഞപീഠം കാണാൻ. ആദിശങ്കരൻ്റെ സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്ര പോകാൻ കൊതിക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. മൂകാംബികാദേവിയെ കണ്ട ശേഷം രാവിലെ തന്നെ ജീപ്പ് സ്റ്റാൻഡിലെത്തിയാൽ ജീപ്പിൽ അവർ പറ്റാവുന്നത്ര ദൂരം നമ്മളെ എത്തിക്കും. ആ യാത്ര ഒരല്പം സാഹസികത നിറഞ്ഞതാണ്. താഴ്വരയിലെത്തിയാൽ പിന്നീടങ്ങോട്ട് കാൽനടയായി മല കയറണം. മഞ്ഞുമൂടിയ സഹ്യപർവ്വത നിരകളുടെ പ്രിയപ്പെട്ട കുടജാദ്രിയിലേക്കുള്ള ആ കാൽനടയാത്ര ആത്മാവിലേക്ക് കൂടി ഒരു തണുപ്പും നിർവൃതിയും പടരുന്ന യാത്ര. ചുറ്റുപാടുകൾ പ്രകൃതി രമണീയമാണ്. ആദിശങ്കരൻ തപം ചെയ്യാൻ ഇങ്ങനെയൊരിടം തിരഞ്ഞെടുത്തതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നു തോന്നും വിധം പ്രകൃതി മനുഷ്യൻ്റെ ഉള്ളിൽ സമാധാന പെരുമഴ പെയ്യിക്കും. 3 കിലോമീറ്റർ യാത്രയ്ക്കൊടുവിൽ 3290 അടി മുകളിലെത്തി സർവജ്ഞപീഠം കാണുമ്പോൾ നമ്മെ തേടി ആത്മാവിൽ എന്തെന്നില്ലാത്ത ഒരു നിർവൃതി എത്തും. മൂടൽമഞ്ഞു പൊതിഞ്ഞ ഈ യാത്രാവേളയിൽ എവിടെയോ വെച്ച് അദൃശ്യനായി ശങ്കരനും നമുക്കൊപ്പം കുടജാദ്രി കയറുന്നുണ്ടാകുമോ എന്ന ചോദ്യം മനസ്സിൽ മുഴങ്ങും. അല്പസമയം അവിടെ ചിലവഴിച്ച് മനസ്സ് നിറഞ്ഞ് വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരണമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് സ്വർഗം പോലുള്ള ഈ ഇടത്തു നിന്നും പിന്നെ മടക്കയാത്ര.